ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് അമ്പലത്തിൽ പോയാലോ? അപ്പോൾ ഞങ്ങൾ ബർദുബായിലെ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പം ഫുജറയിൽ നിന്ന് മലഹ റോഡ് വഴി ബർദുബായിലേക്ക്. അപ്പോൾ ബർദുബായി അമ്പലത്തിലേക്ക് പോകാനായിട്ട് കുറച്ച് നാളായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു പോകണം എന്ന്. പിന്നെ ലീവൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അമ്പലത്തിൽ പോയി ഒന്ന് നന്നായിട്ട് തൊഴുതിട്ട് വന്നാലോ എന്ന് കരുതി അങ്ങനെ പോവുകയാണ് കേട്ടോ. ബർദുബായി അമ്പലത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ പ്രത്യേകിച്ച് നാട്ടിൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുന്നതിൻ്റെ ഒരു ഫീലാണ് ബർദുബായി അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ശിവൻ്റെ പ്രതിഷ്ഠയും ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നന്നായിട്ട് ഞങ്ങൾ തൊഴുതതിന് ശേഷം തിരിച്ച് അമ്പലത്തിൻ്റെ പരിസരം മൊത്തം നടന്ന് കണ്ടു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലെ അമ്പലത്തിലെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബ് കിട്ടുമല്ലോ, അത് തന്നെയാണ് അവിടെയും ഉള്ളത് കേട്ടോ. നാട്ടിലെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ പുറമേയുള്ള കാഴ്ചകളെല്ലാനും അവിടെയും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ മുല്ലപ്പൂവും താമരമാലയും കുഞ്ഞു മൺചട്ടിക്കുടങ്ങളും പിന്നെ കുറച്ച് ചെടികളും അങ്ങനെ മയിൽപ്പീലിയും അങ്ങനെ ഇല്ലാത്തത് ഒന്നുമില്ല അവിടെ കേട്ടോ. ശരിക്കും നമ്മൾ നാട്ടിലെ അമ്പലത്തിൽ പോയ ഒരു ഫീലാണ് ബർദുബായി അമ്പലത്തിലെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയാൽ കിട്ടുന്ന ഒരു ഫീൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാം ചുറ്റി നടന്ന് കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോന്നു കേട്ടോ.